മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകൾ നിലയിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീണ് സർവീസ് ബസിന് കേടുപാടുകൾ സംഭവിച്ചു. കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നാണ് ദ്രവിച്ച കമ്പികൾ സഹിതം ഒരു വലിയ കോൺക്രീറ്റ് കഷ്ണം താഴേക്ക് വീണത്. സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയായിരുന്ന ബസിന്റെ സൈഡ് ഗ്ലാസ് തകർന്നു. മുൻപ് കെട്ടിടത്തിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കാലപ്പഴക്കം ചെന്ന മുനിസിപ്പൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നൊരു വലിയ കോൺക്രീറ്റ് കഷ്ണം താഴേക്ക് വീഴുകയായിരുന്നു. കോൺക്രീറ്റ് കട്ടയുടെ ഭാഗം കൊണ്ട് സർവീസ് ബസിന്റെ സൈഡ് ഗ്ലാസ് തകർന്നു. രാവിലെ 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും കടന്നുപോകാറുള്ള വഴിയിലേക്കാണ് കോൺക്രീറ്റ് ഭാഗം വീണത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയായിരുന്നത് മൂലം വലിയ അപകടം ഒഴിവായി. കഷ്ണങ്ങളായി ചിതറിക്കിടന്ന കോൺക്രീറ്റ് വ്യാപാരികൾ തന്നെ നീക്കം ചെയ്തു. ഏതാനും നാളുകൾക്ക് മുൻപ് ഇതേ കെട്ടിടത്തിൽ നിന്ന് കോൺക്രീറ്റ് കഷ്ണം തലയിൽ പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. മുൻപും കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴാറുണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിയ കഷ്ണം വീഴുന്നത് ഇത് ആദ്യമായാണ്. അത് വീണപ്പോഴത്തേക്കും ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ സൈഡ് ക്ലാസ് അതും പറഞ്ഞാൽ മതി. ഇന്നൊരു സ്കൂൾ അവധി ആയതിൻ്റെ പേരിൽ പിള്ളേർ അല്ലെങ്കിൽ ആ സമയത്ത് നിറച്ചും പിള്ളേർ പോകുന്ന സമയം അത് ഇത്തരം പിള്ളേർ തലയിൽ വാരം വീഴുന്നറിയോ. അത് എത്ര പോയെന്ന് ശരിയാക്കുന്നോ പൊളിച്ചോ പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് മനസ്സിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ല ജനങ്ങൾക്ക് പോകാറുണ്ട്. നഗരസഭ വാടകയ്ക്ക് നൽകിയിട്ടുള്ള വാണിജ്യ സമുച്ചയമാണ് കെട്ടിടം. കെട്ടിടം പണി കഴിപ്പിച്ചിട്ട് 40-ൽ ഏറെ കൊല്ലങ്ങളായെന്നാണ് വിവരം. യാതൊരുവിധ മെയിൻ്റനൻസും നൽകാതെ കെട്ടിടം ജീർണാവസ്ഥയിലാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാണ്. നനയുന്നത് ഒഴിവാക്കാൻ മേച്ചിൽ നിർമ്മിച്ചത് മാത്രമാണ് ഏക നവീകരണ ജോലി. മുൻപ് മഴവെള്ളം ഇറങ്ങിയത് മൂലം കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ദുർബലമായതായാണ് വ്യാപാരികൾ സംശയിക്കുന്നത്. അടർന്നു വീണ ഭാഗത്തിനൊപ്പം തുരുമ്പെടുത്ത കമ്പിക്കഷ്ണങ്ങളും താഴേക്ക് പോന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന കവാടത്തിലെ മറ്റൊരു കെട്ടിടവും ഏറെക്കുറെ സമാനമായ അവസ്ഥയിലാണ്. കൃത്യമായ നവീകരണ ജോലികൾ നടത്തി കാലാകാലങ്ങളിൽ വാടക പുതുക്കിയാൽ തന്നെ നഗരസഭയ്ക്ക് ലക്ഷങ്ങളുടെ അധിക വരുമാനം ലഭിക്കേണ്ട കെട്ടിടമാണിത്. കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.